Good afternoon, students. Today we will study in detail about phylum Rhodophyta. നമ്മൾ പ്രൊട്ടിസ്റ്റുകളെ പറ്റിയിട്ട് പഠിക്കുമായിരുന്നു. പ്രൊട്ടിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈലമാണ് ഫൈലം റോഡോഫൈറ്റ. റോഡോഫൈറ്റ അല്ലെങ്കിൽ റോഡോഫൈറ്റ്സ് മെയിൻലി നമുക്ക് മറൈൻ എക്കോസിസ്റ്റത്തിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, ഓഷ്യൻസിൽ ഒക്കെയാണ് കൂടുതലായിട്ടും ഇത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കുറച്ച് ഫ്രഷ് വാട്ടർ ലിവിങ് ആയിട്ടുള്ള മെമ്പേഴ്സും ഈ ഫൈലത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ ദേ ആർ മോസ്റ്റ്ലി അക്വാട്ടിക്. Okay, their habitat is they are mostly aquatic and some are found in fresh water. Okay, and also they are found in the marine ecosystems. Okay, പിന്നെ ഈ നമ്മൾ ഈ പ്രൊട്ടിസ്റ്റുകളെ പറ്റിയിട്ട് ഒത്തിരി ഫൈലത്തിൽ പഠിച്ചപ്പോഴേക്കും മിക്കതും തന്നെ യൂണിസെല്ലുലാർ ഫോംസ് ആയിരുന്നു അല്ലേ. നമ്മൾ പഠിച്ച ഒട്ടുമിക്ക പ്രൊട്ടിസ്റ്റുകളും തന്നെ യൂണിസെല്ലുലാർ ആണ്. അതേപോലെ തന്നെ കൊളോണിയലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രൊട്ടിസ്റ്റുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഫൈലം റോഡോഫൈറ്റയിൽ വരുന്നത് റെഡ് ആൽഗികളാണ്. They are commonly called red algae. Okay, rhodophytes are commonly called red algae and one of the member is red algae. Red algae തന്നെ ആ ഒരു പേര് റെഡ് ആൽഗെ എന്നുള്ളത് കാരണം എപ്പോഴും റെഡിഷ് കളർ ആവണമെന്നില്ല. ഫൈക്കോഎറിത്രിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് ഉള്ളത് കാരണമാണ് അത് റെഡിഷ് കളർ ആവുന്നത്. ചില റെഡ് ആൽഗീസിൽ ഫൈക്കോഎറിത്രിൻ എന്നുള്ള പിഗ്മെൻറ്റ് ചിലപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് കുറഞ്ഞു പോകാം. അപ്പോൾ അത് ചിലപ്പോൾ ബ്രൗൺ കളർ അല്ലെങ്കിൽ മറ്റ് ഒരു ഗ്രീനിഷ് കളറൊക്കെ ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പ്രൊട്ടിസ്റ്റുകളൊക്കെ തന്നെ യൂണിസെല്ലുലാർ ഫോംസ് ആയിരുന്നു. അല്ലെങ്കിൽ ചില യൂണിസെല്ലുലാർ ഫോംസ് അത് ഒരു കോളനി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ഓർഗാനിസംസ് ആയിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. ബട്ട് the members of this phylum, that is phylum Rhodophytes, are mostly multicellular. മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ ഇഷ്ടംപോലെ സെല്ലുകളുള്ള ഓർഗാനിസംസ് ആണ് ഈ ഒരു ഫൈലത്തിനകത്ത് വരുന്നത്. സോ ദേ ആർ മോസ്റ്റ്ലി മൾട്ടിസെല്ലുലാർ ആൻഡ് ആർ ഫിലമെൻഷ്യസ്. ബ്രാഞ്ചസ് ഉണ്ടാകും. ഓക്കെ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് ഒരു റെഡ് ആൽഗയുടെ ഫിഗറായി കാണിച്ചേക്കുന്നത് കണ്ടോ. ഒത്തിരിയും ബ്രാഞ്ചഡ് ആണ് ഇതെല്ലാം. അപ്പോൾ ഫിലമെൻഷ്യസ് ആണ്. അതേപോലെ ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ചെറിയ ബ്ലേഡ് ലൈക്ക് റീജിയൻസ് ഒക്കെ ഈ റെഡ് ആൽഗീസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഓട്ടോട്രോഫിക്. ഓക്കെ, ഓട്ടോട്രോഫിക്, സ്വയം ഫുഡ് സിന്തസൈസ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് സിന്തസൈസ് ചെയ്യാൻ ശേഷിയുള്ള ഓർഗാനിസംസ് ആണ് റോഡോഫൈറ്റ്സ്. ആൻഡ് സം ആർ പാരസൈറ്റിക്. ദെയർ ആർ സം എക്സെപ്ഷൻസ്. ഏതൊരു ഫൈലം പഠിക്കുമ്പോഴും അതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ടാകും. റോഡോഫൈറ്റ്സിനകത്തും മിക്കതും ഓട്ടോട്രോഫിക് ആണെങ്കിൽ കൂടെ ചില പാരസൈറ്റിക് ഫോംസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത് ഒരു മറൈൻ ലൈഫ് ഫോമാണ്. ഒരു മറൈൻ എക്കോസിസ്റ്റത്തിലുള്ള ഒരു റോഡോഫൈറ്റ അല്ലെങ്കിൽ ഒരു റെഡ് ആൽഗയുടെ ഫിഗറാണ് ഈ ഡയഗ്രത്തിനകത്ത് നിങ്ങൾ കാണുന്നത്. ഇതും റെഡ് ആൽഗ തന്നെയാണ്. ഓക്കെ, so one of the example or one of the member of phylum Rhodophyta is red algae. Next, red algae are red due to the presence of pigment called phycoerythrin. Okay, phycoerythrin എന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് ഉള്ളത് കാരണമാണ് ഇത് മോസ്റ്റ്ലി ദേ ആർ റെഡ് ഇൻ കളർ. പിന്നെ എപ്പോഴും ഫൈക്കോഎറിത്രിൻ മാത്രമല്ല ഒരു മേജർ പിഗ്മെൻറ്റ്. ഫൈക്കോസയാനിൻ, ദെൻ ക്ലോറോഫില്ലും ഉണ്ട്. ഓക്കെ, ഫൈക്കോഎറിത്രിൻ, ക്ലോറോഫിൽ ആൻഡ് ഫൈക്കോസയാനിൻ ഈ പിഗ്മെൻറ്റ്സും കൂടെ റെഡ് ആൽഗീസിൽ അല്ലെങ്കിൽ റോഡോഫൈറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കൂടുതലായിട്ടും ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ റെഡിഷ് കളർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പിഗ്മെൻ്റാണ് ഫൈക്കോഎറിത്രിൻ. ഓക്കെ, അപ്പോൾ ദ മേജർ പിഗ്മെൻറ്റ് ഇസ് ഫൈക്കോഎറിത്രിൻ. ഇപ്പോൾ ചില റോഡോഫൈറ്റ്സിൽ ഫൈക്കോഎറിത്രിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഈ ഫൈക്കോഎറിത്രിൻ്റെ ആ ഒരു പിഗ്മെൻറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ എമൗണ്ട് കുറയുന്ന സമയത്താണ് some other pigment will show up their color.
സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഗ്രീൻ. ഓക്കെ, ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെൻ്റ് ആയിരിക്കും കുറച്ച് കൂടുതലായിട്ടും എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷോസ് ഗ്രീൻ കളർ. ഓക്കെ, ഫൈക്കോ എറിത്രിനാണെങ്കിൽ റെഡ് കളർ, ഫൈക്കോ സയാനിൻ ആണെങ്കിൽ ബ്രൗൺ കളർ, അങ്ങനെ. ഓക്കെ, സോ റെഡ് ആൽഗേസ് ആർ റെഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റ് phycoerythrin which reflects red light and absorb blue light. നമുക്കറിയാം ഈ കോമൺലി മറൈൻ ലൈഫ് ഫോംസിൽ ഈ ആൽഗേസ് മെയിൻലി ഒരു എപ്പിപെലാജിക് സോണിലാണ് നമുക്ക് ആൽഗേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എപ്പിപെലാജിക് സോൺ എന്ന് പറയുമ്പോൾ ഒരു 60 to 90 മീറ്റേഴ്സ് ഡെപ്തുള്ള ഒരു ഏരിയയാണ് ഈ എപ്പിപെലാജിക് സോൺ. അപ്പോൾ അത്രയും മീറ്റേഴ്സ് ഡെപ്തുള്ള സ്ഥലങ്ങളിൽ ഈ റെഡ് ആൽഗേസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സൺലൈറ്റ് എത്തുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു കളറേഷൻ. ഓക്കെ, അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇതിന് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഓർഗാനിസംസ് എന്ത് ചെയ്യും, സൺലൈറ്റിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. ബ്ലൂ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് exhibit or it emit the red coloration. Okay, that is what written here, which reflect red light and absorb blue light. Clear? Some have little phycoerythrin and appears green or brown color. As I have already told you that some of the rhodophytes possess green or brown coloration. അതിനുള്ള റീസൺ ഇതാണ്, there can be different pigments. എപ്പോഴും ഫൈക്കോഎറിത്രിൻ ആവണമെന്നില്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ റെഡ് ആൽഗയിലുള്ളത് ക്യാൻ ബി ഫൈക്കോസയാനിൻ ഓർ അതർവൈസ് ക്ലോറോഫിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് ആണോ കൂടുതലുള്ളത്, ഇപ്പോൾ ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ആണ് കൂടുതലുണ്ടെങ്കിൽ വി വിൽ കോൾ ദം ആസ് ഇൻ അനദർ ടേം, ഓക്കെ, ഗ്രീൻ ആൽഗേസ്. ഫൈക്കോഎറിത്രിൻ ആണെങ്കിൽ വി വിൽ കോൾ ദം ആസ് റെഡ് ആൽഗേ. ഒരു ബ്രൗൺ കളറേഷൻ ആണ് കാണിക്കുന്നത്, ഫൈക്കോസയാനിൻ ആകണം. then we will call brown algae. Okay, and it depends. So red algae are red due to the presence of pigment phycoerythrin and which reflect red light and absorb blue light from the sun. Some have little phycoerythrin and appears green or brown. ഓക്കെ, ആ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ നമുക്ക് റോഡോഫൈറ്റ്സിനെ കാണുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് മേ ഹാവ് ഓൺലി ഫ്യൂ നമ്പർ ഓഫ് ഓർ ഫ്യൂ എമൗണ്ട് ഓഫ് phycoerythrin. Clear? Next point is food is stored in the form of Floridian starch. Okay, Floridian starch എന്ന് പറയുന്നത് ഒരു ഫുഡ് റിസർവ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് സീൻ ഇൻ റോഡോഫൈറ്റ്സ്. ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ആക്ച്വലി അമൈലോപെക്റ്റിൻ്റെയും അതേപോലെ ഗ്ലൈക്കോജൻ്റെയും സ്ട്രക്ചറുമായിട്ട് സിമിലർ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, നമുക്കറിയാം അമൈലോപെക്റ്റിൻ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, അതൊരു പോളിസാക്രൈഡ് ആണെന്ന് നമുക്ക് അറിയാം. അതിൻ്റെ അമൈലോപെക്റ്റിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ലോങ് ചെയിൻ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലേ, ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഗ്ലൈക്കോജൻ എന്ന് വെച്ചാൽ എന്താ? ഗ്ലൈക്കോജൻ നമ്മുടെ ഹ്യൂമൻസിന് ഉൾപ്പെടെ ഉള്ള ഹയർ ആനിമൽസിൽ സ്റ്റോറേജ് മെറ്റീരിയലാണ് ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസ് നമ്മുടെയൊക്കെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് മസിലിലും അതേപോലെ ലിവറിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ്. അപ്പോൾ അതാണ് ഈ ഗ്ലൈക്കോജൻ. ഓക്കെ, ഗ്ലൈക്കോജൻ്റെയും അതേപോലെ അമൈലോപെക്റ്റിൻ്റെയും ആയിട്ടുള്ള സിമിലാരിറ്റി ഉള്ള ഒരു റിസർവ് ഫുഡ് മെറ്റീരിയലാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സോ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് ദ food material of or the reserved food material of rhodophytes. Okay, അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം റോഡോഫൈറ്റ്സിൻ്റെ അല്ലെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് ക്ലിയർലി. നെക്സ്റ്റ് പോയിന്റ്, their reproduction. Rhodophytes mainly they reproduce 3 ways. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ചില ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ അസെക്ഷലി ആൻഡ് ഓൾസോ സെക്ഷുവൽ ഫോമിലും റോഡോഫൈറ്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ. ഒരു പർട്ടിക്കുലർ ഒരു ഫ്രാഗ്മെൻറ്റ്
ഒരു റോഡോഫൈറ്റ് അല്ലെങ്കിൽ റെഡ് ആൽഗയിൽ നിന്ന് ഒരു ഡിറ്റാച്ച് ചെയ്ത് മാറി അത് ഒരു സബ്സ്ട്രാറ്റത്തിലോട്ട് ഒന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് പിന്നീട് അവിടെ നിന്ന് മറ്റൊരു റെഡ് ആൽഗെ അല്ലെങ്കിൽ വേറൊരു പർട്ടിക്കുലർ റോഡോഫൈറ്റ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു ഫ്രാഗ്മെൻറ്റ് മതി, അത് ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റത്തിൽ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുമ്പോഴേക്കും പിന്നീട് അവിടെ നിന്ന് ഒരു പുതിയൊരു ഓർഗാനിസം അല്ലെങ്കിൽ പുതിയൊരു റോഡോഫൈറ്റ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഇസ് കോൾഡ് fragmentation. It is a kind of vegetative reproduction. Asexual reproduction is through production of spore, and these spores are non-motile. And they don't have the ability to move. Movement possible അല്ലാത്ത spore produce ചെയ്തിട്ടാണ് ഇത് asexually reproduce ചെയ്യുന്നത്. And they also show sexual reproduction, that is through oogamy. Oogamy means it is a type of sexual reproduction in which നമുക്കൊരു കാര്യം അറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ there have to be a male and a female gamete, right? അപ്പോൾ ഫീമെയിൽ ഗാമേറ്റിൻ്റെ സൈസ് കൂടുതലും മെയിൽ ഗാമേറ്റിൻ്റെ സൈസും കുറവാണെങ്കിൽ, സൈസിൻ്റെ വേരിയേഷൻ, ഓക്കെ, ഫീമെയിൽ ഗാമേറ്റിൻ്റെ സൈസ് കൂടുതലും മെയിൽ ഗാമേറ്റിൻ്റെ സൈസ് കുറവാണെങ്കിൽ and after its fusion that type of sexual reproduction is called oogamy. Fine. അപ്പോൾ റോഡോഫൈറ്റ്സിൽ മെയിൽ ഗാമേറ്റിൻ്റെ സൈസ് കുറവും ഫീമെയിൽ ഗാമേറ്റിൻ്റെ സൈസ് കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ that type of fusion or that type of reproduction is called sexual reproduction, or that particularly it is called oogamy. Okay, so the major reproductive method are of three types: vegetative reproduction, sexual and asexual reproduction. Clear? Next point is they are ecologically significant as primary producers. നമ്മൾ മറ്റ് പല പ്രൊട്ടസ്റ്റുകൾ പൊതുവേ they are producers. നമ്മൾ മറ്റ് പല ഫൈലത്തിൽ നമ്മൾ ഇതേ ടോപ്പിക്ക് ഇതേ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. most of them are primary producers, and also they are providers of structural habitat for other marine ecosystem. ഈ റെഡ് ആൽഗയുടെ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. എന്നിട്ട് ഒത്തിരി മറൈൻ ലൈഫ് ഫോംസിനൊക്കെ ഇവിടെ ഒരു ഹാബിറ്റാറ്റ് ഫോം ചെയ്യും. ചെറിയ ഫിഷസ് അതുപോലെ മറ്റു പല സൂ പ്ലാങ്ക്ടൺസിനൊക്കെ ഒരു ഹാബിറ്റാറ്റായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോട്ട് ഓൺലി ദേ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ദേ ഓൾസോ പ്രൊവൈഡ് ഷെൽട്ടർ, ഓക്കെ, ടു അതർ life forms in the marine ecosystem. So that is what written here. They are ecologically significant as primary producers, and also they are the providers of structural habitat for other marine organisms. ഇനി റെഡ് ആൽഗയുടെ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ they have double cell wall. They have two cell walls, and outer layer, that is the outer cell wall, is made up of a compound called pectin. Okay, outer layer is made up of pectin, and the inner layer is made up of cellulose. Okay, അപ്പോൾ റോഡോഫൈറ്റ്സിന് അല്ലെങ്കിൽ റെഡ് ആൽഗയ്ക്ക് രണ്ട് സെൽ വാൾ ലേയേഴ്സ് ഉണ്ട്. ഔട്ടർ സെൽ വാളും ഉണ്ട്, ഇന്നർ സെൽ വാളും ഉണ്ട്. ഔട്ടർ സെൽ വാളിൽ പെക്റ്റിൻ എന്നുള്ള കോമ്പൗണ്ടിൻ്റെ പ്രസൻസ് കൂടുന്നത്. ഈ ഔട്ടർ സെൽ വാൾ ലെയറിൽ നിന്നാണ് നമ്മൾ അഗർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അഗർ ആക്ച്വലി ഇറ്റ് ഈസ് വെരി മച്ച് യൂസ്ഡ് ഇൻ അവർ ലബോറട്ടറീസ്. നമ്മൾ ഇങ്ങനത്തെ ഒരു പെട്രി ഡിഷൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സസിലൊക്കെ. ഇങ്ങനത്തെ ഒരു പെട്രി ഡിഷിനകത്ത് ഒരു വൈറ്റ് കളർ, ഒരു ട്രാൻസ്ലൂസൻറ്റ് കളറിൽ ഒരു മീഡിയം, ഇതിനെയാണ് നമ്മൾ അഗർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഗറിലാണ് നമ്മൾ മൈക്രോബ്സിനെയൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, ഈ കാണുന്ന ഈ സ്പോട്ട്, വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ വൈറ്റ് കോളനീസ് ഒക്കെ ചില മൈക്രോബുകളാണ്. ക്യാൻ ബി ബാക്ടീരിയൽ കോളനി, ഓർ ക്യാൻ ബി എനി അതർ മൈക്രോബ്. അപ്പോൾ മൈക്രോബ്സിനെ നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്ന ഒരു മീഡിയമാണ് ഈ അഗർ മീഡിയം. ഓക്കെ, ഈ അഗർ എവിടെ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഫ്രം റോഡോഫൈറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് വാളിൽ നിന്ന്. ഓക്കെ, next is agar is a substance obtained from red algae, and it is used in nutritive medium and also in gel preparation, and it is also used as food. ഹ്യൂമൻസിൻ്റെ ഒരു ഫുഡ് റിക്വയർമെൻ്റ് ആയിട്ടും നമ്മൾ അഗർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു ന്യൂട്രിറ്റീവ് മീഡിയം ആയിട്ടും നേരത്തെ കാണിച്ചു, പിന്നെ ജെൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ്
It is used as a food source by human and it is rich in vitamins, minerals and calcium. ഈ റോഡോഫൈറ്റ്സ് ചില റോഡോഫൈറ്റ്സ് എല്ലാം നമ്മൾ ഫുഡ് ആയിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ ഇറ്റ് ഇസ് റിച്ച് ഇൻ വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് കാൽഷ്യം. കാൽഷ്യം, മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ